നമസ്കാരം. ധനീസ് PSC ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ആനുകാലിക ചോദ്യങ്ങൾ, എല്ലാ പരീക്ഷകൾക്കും ആനുകാലിക ചോദ്യങ്ങൾ വളരെയധികം ചോദിക്കുന്നുണ്ട്. അപ്പോൾ 2025 അവാർഡുകളെ പറ്റി അടങ്ങിയ PSC ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണുള്ളത്. പഠിച്ചു നോക്കാം. ഒന്നാമത്തെ ചോദ്യം വരുന്നത് 2025 49ാമത്തെ വയലാർ രാമവർമ്മ പുരസ്കാരം വയലാർ രാമവർമ്മ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും. പക്ഷെ കറണ്ട് അഫെയർ എന്ന് പറയുമ്പോൾ എപ്പോഴും മറന്നുപോകും അല്ലെ. നമ്മുടെ അറിവുകൾ എപ്പോഴും മൂർച്ച കൂട്ടിക്കൊണ്ടേയിരിക്കണം. പ്രത്യേകിച്ച് കറണ്ട് അഫെയർസ് നമ്മൾ ഒന്നുകൂടി വായിച്ച് റീഫ്രഷ് ചെയ്യാം. അതുകൊണ്ട് തന്നെ പല വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതൊന്നുകൂടി കണ്ടു നോക്കുക. ഓക്കെ, കേട്ടു നോക്കുക. 2025 49ാമത് വയലാർ രാമവർമ്മ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സന്തോഷ് കുമാർ. നോവലിന്റെ പേര് തപോമയുടെ അച്ഛൻ. 2025 49ാമത് വയലാർ രാമവർമ്മ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സന്തോഷ് കുമാർ. നോവലിന്റെ പേര് തപോമയുടെ അച്ഛൻ. 2025 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായ കവി ആരാണ്? 2025 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായ കവി ആരാണ്? KG ശങ്കരപ്പിള്ള. ഗണിതശാസ്ത്ര മേഖലയിലെ മികച്ച നേട്ടങ്ങൾക്ക് നൽകുന്ന രാജ്യാന്തര പുരസ്കാരമായ ആബേൽ പുരസ്കാരം 2025 നേടിയ ജാപ്പനീസ് ഗണിതശാസ്ത്രജ്ഞൻ. ഗണിതശാസ്ത്ര മേഖലയിലെ മികച്ച നേട്ടങ്ങൾക്ക് നൽകുന്ന രാജ്യാന്തര പുരസ്കാരമായ ആബേൽ പുരസ്കാരം കിട്ടിയതാർക്കാണ്? മസാക്കി കഷിവാര. ഗണിതം മസാക്കി കഷിവാര. അടുത്തത് 2025 മികച്ച ഏഷ്യൻ നടനുള്ള സെപ്റ്റിമിയൻസ് അവാർഡ് 2 തവണ ലഭിച്ച മലയാളി താരം. സെപ്റ്റിമിയൻസ് അവാർഡ് ടൊവിനോ തോമസ്. നരിവേട്ട എന്ന സിനിമയ്ക്കാണ് സെപ്റ്റിമിയൻസ് അവാർഡ് 2 തവണ ലഭിച്ച മലയാളിയാണ് ടൊവിനോ തോമസ്. നരിവേട്ട. ആദ്യ അവാർഡ് ലഭിച്ച സിനിമ 2018. അടുത്ത ചോദ്യം 2025 രമൺ മാഗ്സസെ പുരസ്കാരം നേടിയ പിന്നോക്ക ഗ്രാമങ്ങളിലെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സന്നദ്ധ സംഘടന. 2025 രമൺ മാഗ്സസെ പുരസ്കാരം നേടിയ പിന്നോക്ക ഗ്രാമങ്ങളിലെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സന്നദ്ധ സംഘടന ഏതാണ്? എഡ്യൂക്കേറ്റ് ഗേൾസ്. ഏഷ്യൻ നോബൽ സമ്മാനം എന്നറിയപ്പെടുന്നത് മാഗ്സസെ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യൻ സംഘടനയായി എഡ്യൂക്കേറ്റ് ഗേൾസ് സ്ഥാപിച്ച ആരാണ്? സഫീന ഹുസൈൻ. എഡ്യൂക്കേറ്റ് ഗേൾസ് എന്ന സന്നദ്ധ സംഘടന സ്ഥാപിച്ചത് ആരാണ്? സഫീന ഹുസൈൻ. ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിലെ പരമോന്നത പുരസ്കാരമായ 2023 ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായത് മോഹൻലാൽ. 23 ദാദാസാഹേബ് മോഹൻലാൽ. അടുത്തത് ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ മലയാളി ആരാണ്? അടൂർ ഗോപാലകൃഷ്ണൻ. ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായ മലയാള സിനിമാ നടൻ മോഹൻലാലിനെ ആദരിക്കാൻ സംസ്ഥാന സർക്കാർ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പ്രത്യേക പരിപാടിയുടെ പേരെന്താണ്? മലയാളം വാനോളം ലാൽസല. നമ്മുടെ പരീക്ഷകളെല്ലാം ചോദിക്കുന്ന നോബൽ പുരസ്കാരം 2025 2025
സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മരിയ കൊറീന മച്ചാഡോ. 2025 സമാധാനത്തിലുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? മരിയ കൊറീന മച്ചാഡോ, വെനസ്വേല. മരിയ കൊറീന മച്ചാഡോ വെനസ്വേലയിലാണ്. സമാധാനം മച്ചാഡോയ്ക്കാണ്. സമാധാനം 25 സമാധാനം മച്ചാഡോയ്ക്ക്. അടുത്തത് 25 സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം, സാഹിത്യത്തിന് നോബൽ പുരസ്കാരം ആർക്കാണ്? ലാസ്ലോ ക്രിസ്ന ഹോർക്കെ, ഹംഗേറിയനാണ്. ലാസ്ലോ ക്രിസ്ന ഹോർക്കെ. സാഹിത്യം 2025 സാഹിത്യം ലാസ്ലോ, 2025 സാഹിത്യം ലാസ്ലോ ക്രിസ്ന ഹോർക്കെ. ലാസ്ലോ ക്രിസ്ന ഹോർക്കെ ഹംഗേറിയൻകാരനാണ്. അടുത്തത് വൈദ്യുത സർക്യൂട്ടിലെ മൈക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗിന്റെയും ഊർജ ക്വാണ്ടൈസേഷന്റെയും കണ്ടുപിടുത്തത്തിന് 2025 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? തൊട്ട് മുമ്പിലത്തെ പ്രസന്റ് ഓഫീസർ അല്ലെ, ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ചോദ്യമുണ്ട്. ഇനിയും ചോദിക്കാലോ. അപ്പോ ഏതാണ് ഫിസിക്സിൻ്റെത്? ജോൺ ക്ലാർക്ക്, മിഷേൽ എച്ച് ഡെവറേറ്റ്, ജോണം മാർട്ടിനസ്. ജോൺ ക്ലാർക്ക്, മിഷേൽ എച്ച് ഡെവറേറ്റ്, ജോണം മാർട്ടിനസ്. ഫിസിക്സിന്റെ ആണ്. വൈദ്യുത സർക്യൂട്ടിലെ മൈക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് ഊർജ ക്വാണ്ടൈസേഷന്റെയും കണ്ടുപിടുത്തം. ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗിന്റെയും ഊർജ ക്വാണ്ടൈസേഷന്റെയും കണ്ടുപിടുത്തത്തിനാണ് ഫിസിക്സില് ഇവർക്ക് പുരസ്കാരം ലഭിച്ചത്. വൈദ്യുത സർക്യൂട്ടിലെ മൈക്രോസ്കോപ്പിക് ആണ്. ജോൺ ക്ലാർക്ക്, മിഷേൽ ഡെവറേറ്റ്, ജോണം മാർട്ടിനസ്. ജോൺ ക്ലാർക്ക്, മിഷേൽ എച്ച് ക്ലാർക്കും ഡെവറേറ്റും മാർട്ടിനസ്. മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്കുകൾ MOFs വികസിപ്പിച്ചതിന് 2025 രസതന്ത്രത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? സുസുമു കിറ്റഗാവ. സുസുമു റിച്ചാർഡ് റോബ്സൺ, ഒമർ എം യോഗി. മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക് MOFs, മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക് രസതന്ത്ര നോബൽ പ്രൈസ്. മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക് രസതന്ത്ര നോബൽ പ്രൈസ് സുസുമു കിറ്റഗാവ, റിച്ചാർഡ് റോബ്സൺ, ഒമർ എം യാഗി. കിട്ടിയില്ലേ? മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക് 25 രസതന്ത്രം. അടുത്തത് പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസുമായി ബന്ധപ്പെട്ട കണ്ടെത്തലുകൾക്ക് 2025 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? മേരി ഇ ബ്രാങ്കോ, ഫ്രെഡ് റാംസഡൽ, ഷിമോൺ സക്കാഗുച്ചി. മേരി ഇ ബ്രാങ്കോ, ഫ്രെഡ് റാംസഡൽ, ഷിമോൺ സക്കാഗുച്ചി. വൈദ്യശാസ്ത്രം ബ്രാങ്കോ, റാംസ്റ്റൽ, സക്കാഗുച്ചി, ബ്രാങ്കോ. പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസ്. 2025 സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ജോയൽ മൊക്കീർ, ഫിലിപ്പ് അഗിയോൺ, പീറ്റർ ഹോവിറ്റ്. ജോയൽ മൊക്കീർ, ഫിലിപ്പ് അഗിയോൺ, പീറ്റർ ഹോവിറ്റ്. ജോയൽ ഫിലിപ്പ് പീറ്റർ 3 പേർക്കും സാമ്പത്തിക ശാസ്ത്രത്തിൽ കിട്ടി നോബൽ പ്രൈസ്. 25 സാമ്പത്തികം ജോയൽ അഗിയോൺ ഹോവിറ്റ്. ഓക്കെ. അടുത്തത് 2025 രമൺ മാഗ്സസെ പുരസ്കാരം നേടിയ മാലിദ്വീപിൽ നിന്നുള്ള പരിസ്ഥിതി പ്രവർത്തക ആരാണ്? 2025 രമൺ മാഗ്സസെ പുരസ്കാരം നേടിയ മാലിദ്വീപിൽ നിന്നുള്ള പരിസ്ഥിതി പ്രവർത്തക ആരാണ്? ഷാഹിന അലി. രമൺ മാഗ്സസെ പുരസ്കാരം ഷാഹിന അലി പരിസ്ഥിതി പ്രവർത്തകയാണ് ഷാഹിന അലി. രമൺ മാഗ്സസെ പുരസ്കാരം. 2025 രമൺ മാഗ്സസെ പുരസ്കാരം നേടിയ ഫിലിപ്പൈൻസ് നിന്നുള്ള സാമൂഹ്യ പ്രവർത്തകൻ, ഫിലിപ്പൈൻകാരൻ ആരാണ്? ഫ്ലാവിയാനോ അന്റോണിയോ എൽ വിലനുയേവ.
അത് ഓർത്തിരിക്കുക നല്ലവണ്ണം അല്ലെ, പെട്ടെന്ന് തന്നെ. അതായത് ഫിലിപ്പൈൻസുകാരാണ്, ഫിലിപ്പൈൻസ്. ഫ്ലാവിയാനോ അന്റോണിയോ അച്ഛനാണ് അല്ലെ, ഫ്ലാവിയാനോ അന്റോണിയോ. എന്തായാലും മാക്സിസെ പുരസ്കാരം കിട്ടിയ, നടൻ മാക്സിസെ പുരസ്കാരം കിട്ടിയ ഫിലിപ്പീൻസുകാരാണ് ഫ്ലാവിയാനോ. മാലദ്വീപുകാരിയാണ്, സാമൂഹ്യ പ്രവർത്തകയാണ് ആര്? ഷാഹിന അലി. മാലദ്വീപ് സാമൂഹ്യ പ്രവർത്തക ഷാഹിന അലി. രണ്ടും മാക്സിസെയാണെന്ന് ഓർത്തിരിക്കുക. അടുത്തത് പത്മഭൂഷൺ അല്ലെ. എം ടി വാസുദേവൻ നായർ, പി ആർ ശ്രീജേഷ്, ജോസഫ് ചാക്കോ, 3 പേരുടെ പിക്ചർ ഉണ്ട് ഇവിടെ. 2025 എത്ര മലയാളികൾക്കാണ് പത്മ പുരസ്കാരം? 5 പേർക്ക്. ഇവിടെ 2025 മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ച വിഖ്യാത മലയാള സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായർ. പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളികൾ ആരൊക്കെയാണ്? പി ആർ ശ്രീജേഷ്, ഹോക്കി താരമാണ്. ജോസ് ചെയോ പെരിയപുരം, ഹൃദ്രോഗവിദഗ്ധനാണ്. അടുത്ത മലയാളികൾ ആരൊക്കെയാണ്? ഡോക്ടർ കെ ഓമനക്കുട്ടിയമ്മ, സംഗീതജ്ഞയായിരുന്നു. IM വിജയൻ, ഫുട്ബോൾ. പത്മഭൂഷൺ ലഭിച്ച നടി ശോഭന. അടുത്തത് സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. നാടകരംഗത്ത് സംഭാവനകൾ കൊടുത്തത് അതിയടം കുഞ്ഞിരാമ പെരുവണ്ണൻ. അടുത്തത് ONV കൾച്ചറൽ അക്കാദമി നൽകുന്ന 2025 ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ പ്രശസ്ത കവി ആരായിരുന്നു? പ്രഭാവർമ്മ. ONV കൾച്ചറൽ അക്കാദമി നൽകുന്ന 2025 ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ പ്രശസ്ത കവിയാണ് പ്രഭാവർമ്മ. അടുത്ത ഒരെണ്ണം ഗുരുവായൂർ ദേവസ്വത്തിന്റെ 2025 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ച സാഹിത്യ നിരൂപകനും അധ്യാപകനുമായ വ്യക്തിയാണ് ആര്? പ്രൊഫസർ KP ശങ്കരൻ. സംസ്ഥാന വിനോദ സഞ്ചാര വകുപ്പിന്റെ നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2025 നിശാഗന്ധി പുരസ്കാരം ലഭിച്ച പ്രശസ്ത കഥക് കലാകാരൻ പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനി. സ്റ്റേറ്റ് വിനോദസഞ്ചാരമാണ്. സ്റ്റേറ്റിന്റെ വിനോദസഞ്ചാര വകുപ്പിന്റെ നൃത്തരംഗത്തുള്ള കഥക് കലാകാരനാണ് പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനി. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ്? സാറ ജോസഫ്. 2025 തകഴി ചെറുകഥ പുരസ്കാരം വിമീഷ് മണിയൂർ. കഥ മോനിയലല്ല. അടുത്തത് 2024 സ്വരാജ് ട്രോഫി പുരസ്കാരം ആർക്കൊക്കെയാണ്? മികച്ച ജില്ലാ പഞ്ചായത്ത് ആരാണ്? കൊല്ലം ജില്ല. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ്. മികച്ച ഗ്രാമപഞ്ചായത്ത് വെളിയന്നൂർ. മികച്ച മുനിസിപ്പാലിറ്റി ഗുരുവായൂർ. മികച്ച മുനിസിപ്പൽ കോർപ്പറേഷൻ തിരുവനന്തപുരം. 2023-24 സ്വരാജ് ട്രോഫി പുരസ്കാരം നേടിയതാണ് വേക്ക്. അടുത്തത് കവി വിഷ്ണുനാരായണൻ നമ്പൂതിരി. അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം വൈഷ്ണവം ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 1,11,111 രൂപയും ശില്പവും അടങ്ങിയ വൈഷ്ണവം സാഹിത്യ പുരസ്കാരം ശ്രീകുമാരൻ തമ്പി. അടുത്ത ബാലസാഹിത്യം ഒന്ന് നോക്കി വെക്കാം. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 2024 ബാലസാഹിത്യ പുരസ്കാരങ്ങൾ ലഭിച്ച കൃതി ഏതൊക്കെയാന്ന് നോക്കാം. കഥ നോവൽ വിമീഷ് മണിയൂർ ഭൂതം. കവിത പ്രേമജ ഹരീന്ദ്രൻ പൂമാല എന്നതിനാണ്. വൈജ്ഞാനികം ബി പത്മകുമാർ. പാഠം 1 ആരോഗ്യം. ശാസ്ത്രമേഖലയിൽ പ്രഭാവതി മേനോന്. ശാസ്ത്ര വികൃതികൾ എന്നുള്ളതിന്. ജീവചരിത്രം ഡോക്ടർ നെത്തല്ലൂർ. കുട്ടികളുടെ എഴുത്തച്ഛൻ ഹരികൃഷ്ണൻ. നാടകം ഹാജിറ KM സാക്ഷി. ഹാജിറ KM സാക്ഷി. ഓക്കെ അല്ലേ? അടുത്തത് സാഹിത്യത്തിനുള്ള സമഗ്ര സംഭാവനയ്ക്കുള്ള
സാഹിത്യത്തിന്റെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2025 യുനെസ്കോ സാഹിത്യ നഗരം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സാറ ജോസഫ്. ഓക്കെ, സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2025 യുനെസ്കോ സാഹിത്യ നഗരം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സാറ ജോസഫ്. സാറ ജോസഫ്. ഓക്കെ, അടുത്തത് ബാലസാഹിത്യത്തിനുള്ള അവാർഡ് ആർക്ക് കിട്ടി? ബാലസാഹിത്യത്തിനുള്ള അവാർഡ് ആർക്ക് കിട്ടി? സന്തോഷ് എച്ചിക്കാനം. കഥ മിസാറു. ബാലസാഹിത്യം സന്തോഷ് എച്ചിക്കാനം. യുവ എഴുത്തുകാരനുള്ള അവാർഡ് ആദി. യുവ എഴുത്തുകാരനുള്ള അവാർഡ് ആർക്ക് കിട്ടി? ആദി. രചനയുടെ പേര് കവിത പെണ്ണപ്പൻ. യുവ എഴുത്തുകാരൻ ആദി. കവിത പെണ്ണപ്പൻ. മലയാള വിവർത്തനത്തിലുള്ള അവാർഡ് കിട്ടിയത് ജെ ഗോപാലകൃഷ്ണൻ, തുംഗഭദ്ര. വനിതാ എഴുത്തുകാരിക്കുള്ള അവാർഡ് ഏതാണ്? ആർ രാജശ്രീ, അത്രേയകം. വനിതാ എഴുത്തുകാരിക്കുള്ള അവാർഡ് ആർ രാജശ്രീ, അത്രേയകം. അടുത്തത് മലയാളത്തിൽ നിന്ന് ഇതര ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട കൃതിക്കുള്ള അവാർഡ് എ ജെ തോമസ്. ആർദ്ര കേരളം പുരസ്കാരം 2024. ആർദ്ര കേരളം പുരസ്കാരം മികച്ച ഗ്രാമപഞ്ചായത്ത് വെള്ളിനേഴി, പാലക്കാട്. വെള്ളിനേഴി പാലക്കാട് എന്ന് പറഞ്ഞപ്പോ ഞാൻ പണ്ട് ഗസ്റ്റ് ലെക്ചറെ പഠിപ്പിച്ചതാണ് വെള്ളിനേഴി ഹയർ സെക്കൻഡറിയിൽ. അത് കണ്ടപ്പോൾ സന്തോഷം. ആർദ്ര കേരളം പുരസ്കാരം 2024 മികച്ച ഗ്രാമപഞ്ചായത്ത് വെള്ളിനേഴി, പാലക്കാട്. മികച്ച എറണാകുളം, മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പള്ളുരുത്തി, എറണാകുളം. ഈ എറണാകുളത്തും ജോലി ചെയ്തത്. മികച്ച ജില്ലാ പഞ്ചായത്ത് ഇടുക്കി. മികച്ച മുനിസിപ്പാലിറ്റി ഗുരുവായൂർ. മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം. എറണാകുളം എന്ന് പറയുമ്പോൾ അവിടെ ടീച്ചറല്ല, അല്ലാതെ ടീച്ചറായിട്ടല്ല, വെളിനേഴി ഹയർ സെക്കൻഡറി ഗസ്റ്റ് ലെക്ചറായിട്ടും. എറണാകുളത്ത് എന്ന് പറയുമ്പോൾ എറണാകുളം കൊച്ചി സിറ്റി പോലീസിന്. മികച്ച മുനിസിപ്പാലിറ്റി ഗുരുവായൂർ. മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം. അത് ആർദ്ര കേരളം പുരസ്കാരമാണ്. ആർദ്ര കേരളം പുരസ്കാരം. മികച്ച ഗ്രാമപഞ്ചായത്ത് വെള്ളിനേഴി, പാലക്കാട്. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പള്ളുരുത്തി, എറണാകുളം. മികച്ച ജില്ലാ പഞ്ചായത്ത് ഇടുക്കി. മികച്ച മുനിസിപ്പാലിറ്റി ഗുരുവായൂർ. മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം. ഈ വെള്ളിനേഴിയും എറണാകുളവും ഒക്കെ അടുപ്പിച്ച് കണ്ടപ്പോ ജോലി ചെയ്ത സ്ഥലങ്ങളായതുകൊണ്ട് വളരെ ഇഷ്ടപ്പെട്ട സ്ഥലമായിരുന്നു. അതുകൊണ്ട് അങ്ങോട്ട് കയറിപ്പോയി കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ബാഡ് കമന്റ്സ് ഒന്നും ഉണ്ട്. നമ്മുടെ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ്, അത്രയേ ഉള്ളൂ. അറിയില്ല. ഓക്കെ, നിങ്ങൾക്ക് ഓർത്തിരിക്കാമല്ലോ. ഇത് മികച്ച ഗ്രാമപഞ്ചായത്ത് വെള്ളിനേഴിയാണ്. ഓർത്തിരിക്കാം കേട്ടോ. ഇത്രയൊക്കെ പറഞ്ഞില്ലേ. അടുത്തത് മത്സ്യകൃഷിയിലെ മികച്ച നേട്ടങ്ങൾക്കായുള്ള കേരള ഫിഷറീസ് വകുപ്പിന്റെ 2025 എക്സലൻസ് അവാർഡ് നേടി കേരളത്തിലെ ജില്ല കാസർഗോഡ് ജില്ല. കാസർഗോഡ് ജില്ല മത്സ്യകൃഷിയിൽ കാസർഗോഡ് ജില്ലയ്ക്ക് കിട്ടി. സംസ്കാരിക വകുപ്പിന് കീഴിലുള്ള തകഴി സ്മാരകസമിതി ഏർപ്പെടുത്തിയ തകഴി സാഹിത്യ പുരസ്കാരം. തകഴി സാഹിത്യ പുരസ്കാരം കെ പി സുധീര. തകഴി സാഹിത്യ പുരസ്കാരം കെ പി സുധീര. ഫിലിം ക്രിട്ടിക്സ് 2024 കേരള സാഹിത്യ പുരസ്കാരം അക്കാദമി. ഇതൊക്കെ പഠിക്കണമെന്നല്ല, ഇതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കവിത അനിത തമ്പി. കൃതിയുടെ പേര് മുരിങ്ങ വാഴ കറിവേപ്പ്. നോവല് GR ഇന്ദുഗോപന്റെയാണ്. കൃതി ആനോ. ചെറുകഥ വി ശിൻലാൽ. കൃതി ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര. ബാലസാഹിത്യം EN ഷീജ. കൃതി അമ്മ മണമുള്ള കനിവുകൾ. സാഹിത്യ വിമർശനം G ദിലീപൻ. രാമായണത്തിന്റെ ചരിത്ര സഞ്ചാരങ്ങൾ. വൈജ്ഞാനിക സാഹിത്യം P ദീപക്. നിർമ്മിത ബുദ്ധികാലത്തെ സാമൂഹിക രാഷ്ട്രീയ ജീവിതം. വൈജ്ഞാനിക സാഹിത്യം എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. P ദീപക്. നിർമ്മിത ബുദ്ധികാലത്തെ സാമൂഹിക രാഷ്ട്രീയ ജീവിതം. നാടകം ശശിധരൻ നടുവിൽ. പിത്തള ശലഭം. ഹാസ്യ സാഹിത്യം നിരഞ്ജൻ. കേരളത്തിന്റെ മൈദ
ആത്മകഥ, അത് വായിക്കുമ്പോഴേ ചിരി വരുന്നുണ്ട്. ഹാസ്യസാഹിത്യം നിരഞ്ജൻ എഴുതിയാണ്. കേരളത്തിന്റെ മൈദാത്മകഥ, മൈദയോടുള്ള ബെസ്റ്റ് പൊറോട്ടയായിരിക്കും. മൈദയോടുള്ള ആത്മകഥ, വറുത്തരച്ച ചരിത്രത്തിനോടൊപ്പം പൊറോട്ടയും വറുത്തരച്ച ചിക്കൻ കറി, അതാണ് ഹാസ്യം. കേരളത്തിന്റെ മൈദയും വറുത്തരച്ച ചരിത്രവും നിരഞ്ജന്റേത്. ജീവചരിത്രം ഡോക്ടർ കെ രാജശേഖരൻ നായർ. യാത്രാ വിവരണം KR അജയൻ. ബാലസാഹിത്യം EN ഷീജ. അമ്മ മണമുള്ള കനിവുകൾ. CB കുമാർ അവാർഡ് ഉപന്യാസം M സ്വരാജ്. പൂക്കളുടെ പുസ്തകം. കേരള സാഹിത്യ അക്കാദമി അവാർഡിൽ അക്കാദമിയുടെ വിശിഷ്ടാംഗത്തിൽ ലഭിച്ചവർ ആരൊക്കെയാണ്? KV രാമകൃഷ്ണൻ, ഏഴാച്ചേരി രാമചന്ദ്രൻ. ഓക്കെ. പ്രഥമ ME വീരേന്ദ്രകുമാർ സ്മാരക ദേശീയ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പ്രഥമ MB വീരേന്ദ്രകുമാർ സ്മാരക ദേശീയ പുരസ്കാരം പാണ്ഡുരംഗ ഹെഡഗെ. പാണ്ഡുരംഗ ഹെഡഗെ അപ്പിക്കോ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനാണ്. പാണ്ഡുരംഗ ഹെഡഗെ അപ്പിക്കോ പ്രസ്ഥാനം. അദ്ദേഹത്തിനാണ് പ്രഥമ MB വീരേന്ദ്രകുമാർ സ്മാരക ദേശീയ അവാർഡ് ലഭിച്ചത്. ഇദ്ദേഹത്തിന് സംഗീത രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് തമിഴ്നാട് സർക്കാരിന്റെ MS സുബ്ബലക്ഷ്മി 2025 കൊടുത്തു. KJ യേശുദാസിന്. തമിഴ്നാട് സർക്കാരാണ് കൊടുത്തേക്കുന്നത്. ശ്വേതാ മോഹൻ 2023 കലൈമാണി പുരസ്കാരം. ശ്വേതാ മോഹൻ. അടുത്ത് നോക്കിക്കോ. 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച പ്രശസ്ത ഹിന്ദി സാഹിത്യകാരൻ വിനോദ് കുമാർ ശുക്ല. അത് ഇമ്പോർട്ടന്റ് ആണ്. 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ഹിന്ദി സാഹിത്യകാരൻ ആരാണ്? വിനോദ് കുമാർ ശുക്ല, ഛത്തീസ്ഗഡുകാരൻ. 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം ശുക്ല. 2025 ബുക്ക് ബ്രഹ്മസാഹിത്യത്തിനുള്ള അർഹയായ എഴുത്തുകാരി. ബുക്ക് ബ്രഹ്മസാഹിത്യം. ബുക്ക് ബ്രഹ്മസാഹിത്യ പുരസ്കാരി നമ്മുടെ KR മീര അല്ലെ, ആരാച്ചാറിന്റെ KR മീരയ്ക്കാണ് ബുക്ക് ബ്രഹ്മസാഹിത്യം. ബുക്ക് ബ്രഹ്മസാഹിത്യം. ഓക്കെ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. കറണ്ട് അഫയേഴ്സ് ബാക്കി വീണ്ടും നെക്സ്റ്റ് പാർട്ട്.